ഈ കേസിൽ ഞാൻ പരാതി കൊടുത്തതിന് ശേഷം SFIക്കും മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിനും ഞാൻ കൊടുത്തിട്ടുള്ള അഡീഷണൽ ഡോക്യുമെൻറ്റിൻ്റെ വിശദാംശങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഈ പത്രസമ്മേളനം നടത്തുന്നത്. ഇത് 15/2 ഈ മാസം 15-ാം തീയതി ഞാൻ ഔദ്യോഗികമായി കോർപ്പറേറ്റ് അഫയേഴ്സിനും SFIO ഡയറക്ടർക്കും കൊടുത്ത പരാതിയുടെ ബാലൻസ്, അതായത് അഡീഷണൽ ഡോക്യുമെൻറ്റ്സ് ആണ് നിങ്ങളുടെ മുമ്പിൽ വച്ചിട്ടുള്ളത്. അതിനകത്ത് ഏറ്റവും മുഖ്യമായി കൊടുത്തിട്ടുള്ളത് 2019 ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായ ഒരു രേഖയാണ് നമ്മുടെ വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ 385/2019 എന്ന് പറയുന്ന ജിയോ. ആ ജിയോയിൽ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ ജിയോയിൽ പലപ്പോഴും പല രേഖകളിലും നിങ്ങൾ ഈ ജിയോ കണ്ടിട്ടുണ്ടാവും, പലരും നിങ്ങളെ കാണിച്ചിട്ടുണ്ടാവും. പക്ഷേ ആ ജിയോയിൽ എടുത്തു പറയേണ്ടതായ കുറച്ച് കാര്യങ്ങൾ 2019 മാർച്ച് മാസം 1-ാം തീയതിയാണ് കേന്ദ്ര സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളല്ലാതെ മൈനിങ് നടത്താൻ പാടില്ല എന്ന ഉത്തരവ് വരുന്നത്. ആ ഉത്തരവ് വന്നിട്ട് ആ ഉത്തരവ് നടപ്പിലാക്കാതെ അന്ന് മൈനിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുൾപ്പെടെ ശക്തമായ ഒബ്ജക്ഷൻ ഉണ്ടായതിൻ്റെ പേരിൽ ആ ഉത്തരവ് അഡ്വക്കേറ്റ് ജനറലിൻ്റെ നിയമോപദേശത്തിന് അയക്കുകയാണ് ഉണ്ടായത്. ആ നിയമോപദേശം 5 വർഷം നീണ്ടു നിന്നു. 2013 ഡിസംബർ മാസം 18-ാം തീയതി 2023 ഡിസംബർ മാസം 13-ാം തീയതി എൻ്റെ റിട്ടിൽ ഈ രേഖകൾ വന്നതിന് ശേഷം മാത്രമാണ്, എൻ്റെ റിട്ടിൻ്റെ ഭാഗമായി ഈ രേഖകൾ വന്നതിന് ശേഷം മാത്രമാണ് ഡിസംബർ 18-ന് ഒരു ജിയോ എല്ലാ ലീസുകളും ക്യാൻസലാക്കിക്കൊണ്ട് ജിയോ ഗവൺമെൻറ് മന്ത്രിസഭാ യോഗ തീരുമാനം കൂടി എടുത്തിട്ടുള്ളത്. അതിൻ്റെ ക്ലാരിഫിക്കേഷൻ ഈ കഴിഞ്ഞ ഡിസംബർ മാസം 27-ാം തീയതി ക്ലാരിഫിക്കേഷൻ ഉണ്ടായി. ഞാൻ ആ ജിയോയുടെ കോപ്പി നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതിനകത്തെ ഒന്ന് വായിക്കാം. തോട്ടപ്പള്ളി സ്പിൽവേയുടെ മുമ്പിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള മണൽ വാരണം എന്നുള്ള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ 5-ാം മാസം 31/5 ഇത്തരത്തിൽ ഒരു മീറ്റിംഗ് കൂടുന്നു. ആ മീറ്റിങ്ങിൽ എടുത്തു പറയേണ്ട 1-2 കാര്യങ്ങൾ. സിൻസ് ദ സാൻഡ് ഡിപ്പോസിറ്റ് ആർ നോട്ടഡ് ടു കണ്ടെയ്ൻ regulated minerals, the disposal of the sand can be entrusted only to appropriate licenses in the public sector. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിന് മാത്രമേ ഇത് നടത്താൻ കഴിയുള്ളൂ എന്ന് ആ യോഗം വിലയിരുത്തി. അതിനുശേഷം പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ഇത് രണ്ടുമായി ബന്ധപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങൾ നമ്മുടെ മുമ്പിലുള്ളത് KMMലും, അതായത് സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള KMMലും കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള IREലും ആണ് ഈ 2 കമ്പനികൾ. ഈ 2 കമ്പനികളും അതിൻ്റെ കൊട്ടേഷൻ കൊടുത്തു. അതിനകത്ത് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് EIU 2009 കൊടുത്തത് KMMലാണ്. ദെയർ കൊട്ടേഷൻ ഫോർ റിമൂവൽ ഓഫ് സാൻഡ് കോട്ടഡ് റേറ്റ് 290 രൂപ, ഒരു M3 290 രൂപയായിരുന്നു അവർ കൊടുത്ത കൊട്ടേഷൻ. അത് തന്നെ നെഗോസിയേഷൻ നടന്നു. ആ നെഗോസിയേഷൻ്റെ അടിസ്ഥാനത്തിൽ 464 രൂപ എന്ന നിലയിലേക്ക് ഇതിൻ്റെ ബേസിക് പ്രൈസ്, അതായത് നമ്മുടെ ഇറിഗേഷൻ വകുപ്പ് ഇട്ടിട്ടുള്ള അടിസ്ഥാന വില എന്ന് പറയുന്നത് 464 രൂപയാണ്. അതിൽ കുറച്ച് കൊടുക്കാൻ പറ്റില്ല എന്നൊരു നാടകം അവിടെ അരങ്ങേറി. അതിനകത്ത് since the rates proposed by IREL and KMML based on above GEO was quoted below the previous rates, അതായത് മുമ്പുണ്ടായിരുന്ന വിലയിലേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് കോട്ട് ചെയ്തതിനാൽ expressly considering that the sand contain regulated atomic minerals, സാധാരണ ഇത് നമ്മുടെ ചെക്ക് ഡാമിൽ നിന്നൊക്കെ, ഞാൻ ഒരു ഓർഡറിൻ്റെ കോപ്പി കാണിക്കാം, ചെക്ക് ഡാമിൽ നിന്നൊക്കെ മണൽ നീക്കം ചെയ്യാൻ എൻ്റെ നാട്ടിലും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ ഇതേ റെഗുലേഷൻ പ്രകാരം മണൽ നീക്കം ചെയ്യാൻ എടുത്തിട്ടുള്ളത് 400 രൂപയ്ക്ക് മുകളിലൊരു തുകയാണ്. ആ 400 രൂപയ്ക്ക് തുകയിൽ മുകളിൽ ഈ മണൽ നീക്കം ചെയ്യാൻ ഇതിനകത്ത് ആറ്റോമിക് മിനറൽസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഗവൺമെൻറ് ഹാസ് എൻട്രസ്റ്റഡ് മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ആസ് വെൽ ആസ്
NCESS to assess and evaluate the content of mineral sand. അപ്പോൾ ഈ വാരിക്കൂട്ടുന്ന മണൽ കരിമണലായതുകൊണ്ട് തന്നെ ഇതിൻ്റെ വാല്യുവേഷൻ നിജപ്പെടുത്തുവാൻ മൈനിങ് ആൻഡ് ജിയോളജിയെയും NCESSനെയും ചുമതലപ്പെടുത്തി. അടുത്തതാണ് ഏറ്റവും മുഖ്യമായ കാര്യം. But both the institutions have not at all replied till date, conclusively recommending a different rate. അതായത് ഇങ്ങനെ ഒരു ജിയോ പ്രകാരം ഇത് സാധാരണ മണലല്ല, ഇത് കരിമണലാണ്, ധാതുമണലാണ്. അതുകൊണ്ട് തന്നെ ഈ റേറ്റിന് പകരം ഇതിനൊരു റേറ്റ് ഫിക്സ് ചെയ്യണം ആവശ്യപ്പെട്ടുകൊണ്ട് മൈനിങ് ആൻഡ് ജിയോളജിക്കും NCESSനും കൊടുത്തിട്ടുള്ള ഗവൺമെൻറ് ഈ ജിയോ പ്രകാരം കൊടുത്തിട്ടുള്ള ഗവൺമെൻറ് നിർദ്ദേശത്തിന് മറുപടി ലഭിച്ചിട്ടില്ലെന്ന് ഓർത്തോണം. എന്താണ് അതിൻ്റെ പുറകിലുള്ള ഒരു സർക്കാർ ഏജൻസിയോട് ഇതിൻ്റെ വാല്യുവേഷൻ നിർണ്ണയിക്കാൻ പറഞ്ഞപ്പം വാല്യുവേഷൻ ഇല്ല. അപ്പം അതിൻ്റെ വില 464 രൂപ. അങ്ങനെ ഫർദർ ഇൻ റെസ്പോൺസ് ടു ദ ഗവൺമെൻറ് ലെറ്റർ KMML ഇൻഫോംഡ് ദാറ്റ് ദർ ആർ റെഡി ടു അക്സെപ്റ്റ് ദ റേറ്റ് 464 രൂപ. ഞാൻ ഇന്നലെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നിന്നും അതിൻ്റെ വെബ്സൈറ്റിൽ നിന്നും ഞാൻ എടുത്ത റേറ്റാണിത്. ഇന്നലെ ഇത് പ്രകാരം ഒരു M³ 30,600 രൂപ വിലയുണ്ട്. 30,600 രൂപ ഒരു M³ നിന്ന്. ഒരു M³ മൊത്തം മണലല്ല, ഒരു M³ 70,000 രൂപയ്ക്ക് മുകളിലുണ്ട്. അതിൽ നിന്ന് 48% ഇലിമിനേറ്റ് ഉണ്ടായിരിക്കും എന്ന് നമ്മൾ കരുതുന്നിടത്ത് ഒരു M³ 30,000-ലധികം രൂപ വിലയുള്ളപ്പോഴാണ് നമ്മുടെ നാടിൻ്റെ സ്വത്ത് 464 രൂപയ്ക്ക് പൊതുമേഖലാ സ്ഥാപനത്തിന് കൊടുക്കുന്നു. ആ പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ കാര്യം ഞാൻ പിന്നീട് വിശദീകരിക്കാം, അവരെന്ത് ചെയ്തു എന്നുള്ളത്. അപ്പോൾ ഈ കണക്ക് പ്രകാരം, കഴിഞ്ഞ ദിവസം പുറത്തു വന്ന കണക്ക് പ്രകാരം, ഇത് 2019 വരെയുള്ളതാണ്. ഈ മാസപ്പടിക്ക് ശേഷമുള്ള കണക്കാണ് കേട്ടോ. 2019 ഈ ഓർഡറിന് ശേഷം 52 ലക്ഷം മെട്രിക് ടൺ കരിമണൽ അവിടെ നിന്നും നീക്കം ചെയ്തിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. 52 ലക്ഷം മെട്രിക് ടൺ. അതിൻ്റെ വാല്യുവേഷൻ എന്താ? ഞാൻ 40,000 കോടി എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ വളരെ അതിശോക്തിയോടുകൂടി എന്നോട് പലപ്പോഴും ചെയ്യും, 40,000 കോടിയോ? അതിൻ്റെ വില, അതിൻ്റെ ഒരു ഡോക്യുമെൻ്റ്, ഇതിൻ്റെ കണക്ക് ബോധിപ്പിക്കുന്ന ഡോക്യുമെൻ്റ് നിങ്ങൾക്ക് വാട്സപ്പിൽ അയച്ചിട്ടുണ്ട് ഞാനിപ്പോൾ. ഇതിൻ്റെ പ്രകാരം 25 ലക്ഷം മെട്രിക് ടണ്ണ് ഇലുമിനേറ്റ് പ്രൊഡക്ഷനും അതിനുള്ളിൽ നിന്നും 7 ലക്ഷം ടൈറ്റാനിയം 7 ലക്ഷം M³ ടൈറ്റാനിയം ഇതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന മണലാണ് അവിടെ നീക്കം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ വാല്യുവേഷനാണ് ഞാൻ പറഞ്ഞത്. 41,284 കോടി രൂപയുടെ വാല്യുവേഷൻ അതിനകത്തുണ്ടായിട്ടുണ്ട്. ഞാൻ ഇതിന് ശേഷം ഇവിടെ KSADC, ഞാൻ ഈ മണലിൻ്റെ ഈ ജിയോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏറെക്കുറെ ബോധ്യപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. കാരണം കൃത്യമായി അതിൻ്റെ വില കുറച്ച് കാണിക്കാൻ നടപടി സ്വീകരിക്കുകയും ആ വില കുറച്ച് നെഗോസിയേഷൻ, ആ ഓർഡറിന് കൃത്യമായിട്ട് മൊത്തം ഒന്ന് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിന് ഭയങ്കര, ഇവരെ ഈ തുകയിലേക്ക് എത്തിക്കാൻ ഗവൺമെൻറ് ഓഫീഷ്യൽസ് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിരുന്ന ഈ ഓർഡറിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ 464 രൂപ KMMLും ഒക്കെ സമ്മതിക്കുവാൻ വേണ്ടി വലിയ കഷ്ടപ്പെട്ടാണ് ഉദ്യോഗസ്ഥർ ഇത് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് ഒരു M³ സോറി, CMRL ഈ പിക്ചറിൽ KMMLന് കൊടുത്തേക്കുന്നതാണ്. KMMLും CMRLും തമ്മിൽ എന്തെന്നുള്ളതാണല്ലോ ഇവിടുത്തെ നമ്മുടെ ചോദ്യവുമൊക്കെ. അതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഓർഡറിൽ തന്നെ ദ KMML ആൻഡ് ഇൻഡസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് KSADC refused to increase the offered rate but agreed to review it later necessary. സംസ്ഥാന സർക്കാരിന് വരുമാനമുണ്ടാകേണ്ട ഒരു കാര്യത്തെ KMML പോട്ടെ, അവരൊരു പൊതുമേഖലാ സ്ഥാപനം, അവർ ഇൻട്രസ്റ്റ് സംരക്ഷിച്ചു. KMML ആൻഡ് ദ ഇൻഡസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് KSADC refused to increase the offered rate. അവർ പറഞ്ഞിട്ടുള്ള അടിസ്ഥാന വില കൊടുക്കുവാൻ അവിടെ തടസ്സം നിന്നത് KSADC ആണ്. ഈ ഓർഡറിൽ കൃത്യമായി കാണുന്നുണ്ട്. ഇനി KSADC കഴിഞ്ഞ ദിവസം ഈ രാജ്യത്തെ തന്നെ ഏറ്റവും പ്രഗത്ഭനായ സുപ്രീം കോടതി അഭിഭാഷകനാണ് KSADCക്ക് വേണ്ടി ഹാജരായത്. എനിക്ക് അദ്ദേഹത്തോട് ബഹുമാനമുണ്ട്, അതൊക്കെ പ്രൊഫഷനാണ്. പക്ഷേ അദ്ദേഹം വന്നതിന് ശേഷം KSADC ഇതിനകത്തൊന്നും, ഞങ്ങൾക്ക് ഇതിനകത്ത് എന്താ കാര്യം, ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവിൽ എവിടെയും KSADCയെ പരാമർശിച്ചിട്ടുള്ളൂ, ഞങ്ങൾക്ക് എന്ത് കാര്യം,
അവിടെയാണ് കാര്യമുള്ളത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം ഇതാണ്, കൃത്യമായി ഈ ഏജൻസികൾക്ക് വില കുറച്ച് മണലെത്തിക്കുന്നതിൽ KSIDC നിർണായക പങ്ക് വഹിച്ചു. എവിടെയൊക്കെ കരിമണൽ ആയി ബന്ധപ്പെട്ട ഡീലിങ്സ് നടന്നിട്ടുണ്ടോ ആ മിനിറ്റ്സിലെല്ലാം KSIDCയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. KSIDCയുടെ 2004 മുതലാണ് ഇതിൻ്റെ ഈ ബഹളങ്ങൾക്ക് തുടങ്ങുന്നത്. 2003 റിട്ടയർ ചെയ്ത ജനാർദ്ദന പൈ, അച്യുത ജനാർദ്ദന പൈ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. 2003 KSIDC നിന്ന് റിട്ടയർ ചെയ്ത അദ്ദേഹം 2004 CMRLൻ്റെ ഉദ്യോഗസ്ഥനായി, CMRL ഡയറക്ടറായി. 23/9/2004 ഇദ്ദേഹം CMRLൻ്റെ ഡയറക്ടറായി. ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് പുറത്ത് ഏതെങ്കിലും കമ്പനിയിൽ അവരുടെ റിട്ടയർമെൻറ്റിന് ശേഷം ജോലി ചെയ്യുന്ന തെറ്റല്ല, ഒരു കുഴപ്പമില്ല, ആർക്കും വേണം ജോലി ചെയ്യാം. പക്ഷേ ഇവിടെ പ്രശ്നം KSIDCയിൽ ഇരുന്നപ്പോൾ ഇവർ CMRLന് വേണ്ടി ചെയ്തു കൊടുത്ത സേവനങ്ങളുടെ ഫലമാണ് ഈ അപ്പോയിൻമെൻ്റ് എന്നുള്ളതാണ് എൻ്റെ ആരോപണം മാത്രമല്ല, NBFC റൂൾസ് അനുസരിച്ച്, KSIDC ഒരു NBFC ആണ്, NBFC റൂൾ അനുസരിച്ച് അവിടെ നിന്നും അതുമായി റിലേറ്റ് ചെയ്ത മറ്റേതെങ്കിലും കമ്പനിയിലേക്ക് അയാളുടെ റിട്ടയർമെൻറ്റിന് ശേഷം അയാൾ ജോയിൻ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ രാജിവെച്ചതിന് ശേഷം അയാൾ ജോയിൻ ചെയ്യണമെങ്കിൽ 3 വർഷത്തെ കൂളിംഗ് പീരീഡ് ഉണ്ട്. ഇദ്ദേഹത്തോടൊപ്പം അടുത്തയാൾ, ഇവരുടെ ബാക്കി ഡയറക്ടർമാരായിരുന്ന കമ്പനിയുടെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് അയച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ പ്രൈവറ്റ് കമ്പനികളാണ്. അവർക്കൊക്കെ ഇതിനകത്ത് എന്തെങ്കിലും ഇടപാടുണ്ടോ എന്ന് ഞാൻ പറയാൻ ആളല്ല, എന്നെ സംബന്ധിക്കുന്ന വിഷയമല്ല. പിന്നെ ഡയറക്ടറായിരുന്നു, അല്ല, നോമിനി ഡയറക്ടർ ഓഫ് KSIDC ടു CMRL KSIDCയുടെ നോമിനി ഡയറക്ടറായിരുന്നു ഇദ്ദേഹം. അവിടുത്തെ പോസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ, ED എക്സിക്യൂട്ടീവ് ഡയറക്ടറായിരുന്നു. നമ്മുടെ KSIDCയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിരുന്നു അദ്ദേഹം. KSIDCയുടെ നോമിനി ഡയറക്ടറായിരുന്നു CMRL. ഒരു നോമിനി ഡയറക്ടർ ഉണ്ടല്ലോ CMRL. അടുത്തയാൾ ഒരു അച്യുതപ്പൈ മാത്രമല്ല, അടുത്തയാൾ തട്ടാരപ്പള്ളി തോമസ് ഊട്ടി. ഇദ്ദേഹം 2014 വരെ, 2010 മുതൽ 14 വരെ KSIDCയുടെ നോമിനി ഡയറക്ടറായിരുന്നു. എൻ്റെ ഡീറ്റെയിൽസ്, ഇവരുടെ മാസ്റ്റർ ഡാറ്റയുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വാട്സപ്പിൽ തന്നിട്ടുണ്ട്. 2010 മുതൽ 14 വരെ ഇവർ നോമിനി ഡയറക്ടറായിരുന്നു. ആ 14 റിട്ടയർ ചെയ്ത് കൃത്യം 4 മാസം കഴിഞ്ഞപ്പോൾ CMRLൻ്റെ ഡയറക്ടറായി. 23/5/2015 രണ്ടാമത് കിടപ്പുണ്ട്. 23/5/2015 CMRL ഡയറക്ടർ, അതും ഇതുപോലെ തന്നെ കൂളിംഗ് പീരീഡ് പാലിക്കാതെയാണ് ഡയറക്ടറായിട്ടുള്ളത്. അദ്ദേഹം പാർട്ട്ണറായി, ഇപ്പം നിലവിൽ ഡയറക്ടർമാരായിട്ടിരിക്കുന്ന കമ്പനിയുടെ പേരുകൾ ഞാൻ പറയുന്നില്ല, നിങ്ങൾ വായിക്കുക. ഇതുമായി ഈ കേസുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളതായിട്ട് എനിക്കറിയില്ല. അടുത്തത് രവിചന്ദ്രൻ രാജൻ. അദ്ദേഹം 2018 മുതൽ CMRLൻ്റെ ഡയറക്ടർ ബോർഡിൽ, 2018 മുതൽ 2018 വരെ അദ്ദേഹം നോമിനി ഡയറക്ടറുമായിരുന്നു. അദ്ദേഹവും ഇതുപോലെ തന്നെ KSIDC ഉദ്യോഗസ്ഥനും പിന്നീട് CMRLൻ്റെ ഡയറക്ടേഴ്സുമായിട്ട് വന്നുള്ളതാണ്. അപ്പോൾ KSIDC എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിനെ കൊള്ളസങ്കേതമായി വെച്ചുകൊണ്ട് KSIDC ഇതിൻ്റെ എല്ലാം ഇടനില നിന്നുകൊണ്ട് ഈ നാട്ടിലെ ധാതുമണൽ സമ്പത്ത് കൊള്ളയടിക്കുന്നതിന് വേണ്ടി ഇവരെല്ലാവരും കൂടെ നടത്തിയ ഒരു ശ്രമം, അതിൻ്റെ ഒരു വശത്ത് നിന്ന് നിയന്ത്രിച്ചത് എക്സാലോജിക്കും. ഇതാണ് ഈ കഥയുടെ ഒരു രൂപം. ഇനി ഒരു പൊതുമേഖലാ സ്ഥാപനമല്ലേ KMML. ആ പൊതുമേഖലാ സ്ഥാപനത്തിന് മണലെടുത്തുകൊണ്ട് പോകുന്നു, അതിനെന്താ തെറ്റ്? ഈ മണൽ എങ്ങോട്ട് പോകുന്നു അതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്.
ഇത് KMML നിങ്ങൾക്ക് അയച്ച മൂന്നാമത്തെ ഡോക്യുമെൻ്റാണ്. KMMLൻ്റെ 10-year ഫിനാൻഷ്യൽ ഹൈലൈറ്റ്സാണ്. അതിനകത്ത് നിങ്ങളൊന്ന് പരിശോധിച്ചാൽ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ പെർസെൻറ്റേജ് ഒന്ന് പരിശോധിക്കണം. 2019 പ്രളയത്തിന് ശേഷമാണ് ഏറ്റവും കൂടുതൽ കരിമണൽ തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്നും നീക്കം ചെയ്തിട്ടുള്ളത്. ആർക്കും സംശയമില്ലാത്ത കാര്യമാണ്. 2019-20 അതായത് 2012 അവരുടെ ടോട്ടൽ കപ്പാസിറ്റിയുടെ 54% KMML പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നിടത്തുനിന്ന് ഇപ്പോൾ ഈ 2021-22 അത് 33% കുറഞ്ഞു. അപ്പോൾ ഈ മണലെല്ലാം എങ്ങോട്ടാണ് പോയി? അല്ലെങ്കിൽ റുട്ടൈൽ പ്രൊഡക്ഷൻ, സിന്തറ്റിക് റുട്ടൈൽ പ്രൊഡക്ഷൻ, സിന്തറ്റിക് റുട്ടൈലിൻ്റെ പ്രൊഡക്ഷൻ കുറച്ചുകൊണ്ട് അത് മറ്റാർക്കോ വേണ്ടി നിന്നു കൊടുത്തു. അടുത്തത് പ്രൊഡക്ഷൻ്റെ ടണ്ണിനെടുത്ത് നോക്കിയാൽ 2012 1850 മെട്രിക് ടൺ ഉണ്ടായിരുന്ന പ്രൊഡക്ഷൻ 2022 1474. ഈ 2012-14 കാലഘട്ടത്തിൽ 77 കോടി രൂപ നഷ്ടത്തിലായിരുന്ന CMRL 2022 144 കോടി രൂപ പ്രോഫിറ്റിലാണ്. 144 എന്നൊക്കെ പറയുന്നത് വെറും നിസ്സാരമായ കാര്യങ്ങളാണ്. ഈ ആറ്റോമിക് ഇപ്പോൾ ഈ ധാതുമണലിനെ സംബന്ധിച്ച് പറയാൽ ഇവിടെ വ്യവസായങ്ങളിൽ ഇപ്പോൾ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നു എന്ന് പറയപ്പെടുന്നത് 3-4 മിനറൽസാണ്. ബാക്കി കടലിൽ കളയാന്നാണ് പറയുന്നത്. ഈ നീണ്ടകര നമ്മുടെ തോട്ടപ്പള്ളി മുതൽ ആറാട്ടുപുഴ പ്രദേശത്ത് നടക്കുന്ന ഖനനം പ്രോപ്പറായി നടന്നാൽ ഈ നാട്ടിലെ ഒരു പുതിയ തലമുറ എങ്ങോട്ടും നാട് വിട്ടു പോകേണ്ട കാര്യം വരില്ല. ഈ നാട്ടിൽ കാശില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആർക്കെതിരെയും സമരം ചെയ്യേണ്ടതും വരില്ല. ഈ നാടിൻ്റെ അത്രയും വലിയ സമ്പത്ത് ആർക്കോ കൊള്ള ചെയ്യാൻ നിന്ന് കൊടുത്തുകൊണ്ട് നമ്മുടെ നാട് കടക്കണിയിലൂടെ മുമ്പോട്ട് പോവുകയാണ്. ഈ 40,000 കോടിയെന്ന് ഞാനിപ്പോൾ പറഞ്ഞത് 2019 ശേഷമാണ്. ഇതുവരെ ഈ അന്വേഷണ പരിധിയിൽ ഒന്നും വരുന്ന കാലഘട്ടമല്ല എന്നും കൂടെ പ്രത്യേകം ഓർക്കണം. അപ്പോൾ അത്രയും ഗൗരവമുണ്ട്. ഇതൊരു മാസപ്പടി ഒന്നുമല്ല, അല്ലെ മുഖ്യമന്ത്രി വീണ വിജയൻ ഇതൊന്നുമല്ല. അതിനപ്പുറത്തേക്ക് ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്ത് നടക്കുന്നൊരു വലിയ കൊള്ളയെ തടയിടുക എന്നുള്ളതാണ് ഈ അന്വേഷണത്തിൻ്റെ ഒന്നാമത്തെ ഉദ്ദേശം. പരാതിയുടെയും ഒന്നാമത്തെ ഉദ്ദേശം അത് തന്നെയാണ്. അതൊരു മാസപ്പടിയായി ലഘൂകരിക്കരുത് എന്നുകൂടി വിനയപൂർവ്വം ഓർപ്പിക്കുന്നു. നമ്മുടെ കർണാടക ഹൈക്കോടതിയുടെ വിധിയായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എല്ലാവരുടെയും കയ്യിൽ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഏറെക്കുറെ അതെല്ലാം എല്ലാവരും പഠിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഈ ഉത്തരവ് ഇത്രയും വ്യക്തമായ ഒരു ഉത്തരവ്, ഇതിൽ കൂടുതലൊന്നും ഒരു കോടതി ഉത്തരവിൽ വരാനില്ല. ഈ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ മുഖ്യമന്ത്രി രാജിവെച്ചൊഴിയേണ്ടതാണ്. പക്ഷേ അതിവിടെ പറയാനും ചോദിക്കാനും പറയാനും ആളില്ലാത്തതുകൊണ്ട് കേസ് എടുത്തിട്ടുണ്ട്. FIR അപ്ലോഡ് ചെയ്തിട്ടില്ല. ഞാൻ ഇന്നലെ രാത്രി നോക്കി, സെക്ഷൻസ് എല്ലാം എൻ്റെ കിട്ടി, പക്ഷേ FIR അപ്ലോഡ് ചെയ്തിട്ടില്ല. 47, ഞാൻ നമ്പർ പറയാം, 47/2024 അതാണ് ക്രൈം നമ്പർ. അല്ല, ഞാനൊരു ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് എന്ന് പറയുന്നത് ഇത്രയാണ്: ഇതാ മറ്റൊരു പെൻഷൻ സംരംഭം. എന്തൊരു പെൻഷനാണിത്? ഇത് സ്കൈ ലെവൻ എന്ന് പറയുന്ന ടൊറൻറ്റോയിലുള്ള ഒരു കമ്പനിയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ആ കമ്പനിയെക്കുറിച്ച് ഞാൻ പറഞ്ഞത് പെൻഷൻ എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിക്കും ഭാര്യയ്ക്കും മകൾക്കും എന്തിനാണ് വേദനിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. പെൻഷൻ എന്ന് പറയുന്ന പദം കേരള സംസ്ഥാനത്ത് നാളിതുവരെയായും നിരോധിച്ചിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അത് എന്തൊരു പെൻഷനാണിത് എന്ന് ചോദിക്കാൻ പറ്റില്ല. അവരുമായി ബന്ധമുണ്ടോ ഇല്ലയോ എന്ന് അവരാണ് സ്ഥാപിച്ചത്. ഈ പരാതി കൊടുത്തതിലൂടെ എന്നേക്കാൾ കൂടുതൽ ഈ കമ്പനിയുടെ ഡീറ്റെയിൽസ് നിങ്ങൾ എടുത്തിട്ടുണ്ട്. ഇവിടുത്തെ മുഴുവൻ മാധ്യമപ്രവർത്തകർ, എല്ലാ ചാനലുകളും, ഞാൻ മാത്രമല്ല കേട്ടോ പ്രതി, ഏഷ്യാനെറ്റും മനോരമയും ഇവിടെയുള്ള പ്രമുഖ ചാനലുകളെല്ലാം പ്രതിയാണ്. അതുകൊണ്ട് എനിക്ക് കൂട്ടുണ്ട്. എനിക്ക് കോടതി കയറി നിൽക്കാൻ എല്ലാ ചാനലുകളും എന്നോടൊപ്പം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട്
ഈ കമ്പനിയെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ലിങ്ക്ഡിനിൽ ഇതൊക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ എല്ലാ ഹിസ്റ്ററി അവിടെ കിടക്കും എന്നുള്ള കാര്യം ഇത്രയും ഞാൻ അതിന് ഒരു പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം, ഞാനുൾപ്പെടെ, ഞാനൊക്കെ അന്ന് LDF ആണ്, എനിക്ക് 18 കേസ് പ്രതിയാണ് ഞാൻ. പ്രൊഫഷണൽ കോളേജ്, അതായത് സ്വാശ്രയ കോളേജ് സമരത്തിൽ 18 കേസ് പ്രതിയാണ് ഞങ്ങൾ ഈ 18 കേസ് പ്രതിയായിട്ട് ഇതിലെ നടക്കുന്ന സമയത്ത് മകള് സ്വാശ്രയ കോളേജ് പഠിക്കുകയായിരുന്നു, മന്യ സംസ്ഥാനത്ത്. അപ്പോൾ ആ കോളേജിലെ വിദ്യാഭ്യാസത്തിൻ്റെ കുഴപ്പമായിരിക്കും ഒരു പക്ഷേ ഈ എഡിറ്റ് ഹിസ്റ്ററി ഒന്നും ഒരു സോഫ്റ്റ്വെയർ രംഗത്ത് ഒരു എക്സ്പേർട്ടായ, അല്ലെങ്കിൽ ഇത്രയും സോഫ്റ്റ്വെയർ കമ്പനി നടത്തിയ ഇത്രയേറെ സേവനങ്ങൾ വിവിധ കമ്പനികൾക്ക്, ഒത്തിരി കമ്പനികൾ നമുക്കറിയാം അല്ലേ, ഇത്രയും കമ്പനികൾക്ക് സേവനം കൊടുത്തവർക്ക് ഇത്തരത്തിലുള്ളൊരു കാര്യം എഡിറ്റ് ചെയ്യപ്പെട്ടാൽ എന്താവുമെന്ന് അറിയത്തില്ല. മാത്രമല്ല ആർ പി ടെക്കിൻ്റെ CEO ആയിരുന്ന സമയത്ത് അവരുടെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തി തന്നെയാണ് ഇതിൻ്റെ ഡയറക്ടർ. അതിനുശേഷം എക്സാലോജിക്ക് തുടങ്ങി, എക്സാലോജിക്ക് പൂട്ടുന്നിടം വരെ ഇതിൻ്റെ ഭാഗമായിരുന്ന ആ കമ്പനി, എക്സാലോജിക്കിൻ്റെ മാനേജിംഗ് പാർട്ട്ണറായിരുന്ന വ്യക്തിയാണ് ഈ കമ്പനിയുടെ ഡയറക്ടർ. അപ്പോൾ അതിൽ മാധ്യമങ്ങൾ ഇതിനകത്ത് തപ്പിയെടുത്തപ്പോൾ ആ സൈറ്റിൽ ആദ്യമുണ്ടായിരുന്ന പേര് അത് പിന്നീട് എഡിറ്റ് ചെയ്യപ്പെട്ടു. പക്ഷേ ആദ്യമുണ്ടായിരുന്ന പേരിൽ മാനേജിംഗ് ഡയറക്ടർ നിങ്ങളെല്ലാം കണ്ടതല്ലേ. ആ എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ലിങ്ക്ഡിനിൽ കൃത്യമായിട്ട് മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകളുടെ പേരുണ്ടായിരുന്നു. നമ്മളാരും അല്ലല്ലോ അതിനകത്ത് കൊണ്ടിട്ട്, ഷോൺ ജോർജ് അല്ലല്ലോ അത്. എനിക്ക് അതിനുള്ള വിവരമൊന്നും, ഞാനൊരു LLB-കാരനാണ്, എനിക്ക് ഇതിനകത്ത് കയറി എഡിറ്റ് ചെയ്യാനുള്ള സാങ്കേതിക പരിജ്ഞാനമൊന്നുമില്ല. അല്ലെങ്കിൽ അതാരാ ചെയ്തതെന്ന് അന്വേഷിക്കേണ്ടി വരും. അപ്പോൾ ആ വിഷയത്തെക്കുറിച്ചും പല കാര്യങ്ങൾ കൊണ്ട് കാനഡയെക്കുറിച്ച് അന്വേഷിക്കുക. കാനഡയുമായി മുഖ്യമന്ത്രിക്ക് ദീർഘകാലമായി, അത് 2 പതിറ്റാണ്ട് കാലമായി, 3 പതിറ്റാണ്ട് കാലമായി കാനഡയുമായി അടുത്ത ബന്ധമുള്ള ആളല്ലേ മുഖ്യമന്ത്രി, ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട്. അതുപോലെ അദ്ദേഹത്തിൻ്റെ വേണ്ടപ്പെട്ട ആളുകളൊക്കെ ഇപ്പോൾ അവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതൊക്കെ അന്വേഷിക്കേണ്ട കാര്യങ്ങളാണ്. എന്ന് തന്നെയാണെങ്കിലും SFIയുടെ കർണാടക ഹൈക്കോടതി കൊടുത്ത രേഖകളിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അവരുടെ അന്വേഷണ പരിധിയിലുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല.